എല്ലാവർക്കും ഹായ്. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് രാത്രിയേക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജീരകശാല അരിയാണ് എടുത്തത്. അപ്പോൾ അരി കഴുകി വെച്ചു, ചിക്കനും റെഡിയാക്കി വെച്ചു, വെജിറ്റബിളെല്ലാം കട്ടാക്കി വെച്ചു. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചോറിന് വേണ്ട സവാള വറുത്തെടുത്തു. പിന്നെ മുന്തിരി, കറിവേപ്പിലയും കാഷ്നട്ട് ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ അതും കൂടി വറുത്തെടുക്കായിരുന്നു. അപ്പോൾ ഉള്ള സാധനം വറുത്തെടുത്തു. ആ എണ്ണയിലേക്കാണ് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കൽ. അപ്പോൾ അതിന് വേണ്ട ചിക്കൻ ഇട്ടു. ആ ഗ്യാപ്പിൽ ചോറ് വെക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ബിരിയാണി മസാലക്കൂട്ടിട്ട് ക്യാരറ്റ് ഇട്ടു, അരി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കും, ഒന്ന് ചൂടാക്കിയെടുക്കും. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചെറുനാരങ്ങ നീരൊഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ ആ സമയത്ത് ചിക്കനെല്ലാം ഫ്രൈ ആയി കിട്ടി. ആ എണ്ണയിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി സവാളയും ഉപ്പും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കും. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിടും. പിന്നെ ഞാൻ അപ്പോഴേക്കും ചോറ് വെന്ത് സെറ്റായി. പിന്നെ കുറച്ച് നെയ്യെല്ലാം ഒഴിച്ച് അവിടെ അടച്ച് വെച്ചാൽ ചോറ് റെഡിയായി. അപ്പം ഞാൻ ചോറ് വെക്കുമ്പോൾ ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിയിടും. തിളച്ചതിന് ശേഷം സിമ്മിലിടുമ്പോൾ അത് നല്ല സെറ്റായി കിട്ടാറുണ്ട്. ഞാൻ ബിരിയാണി മസാലയ്ക്ക് വേണ്ടി ഞാൻ കൂടുതലായി ബിരിയാണി മസാല പൊടി, എൻ്റെ ഒരു പൊടി കിട്ടാറുണ്ട്. അപ്പോൾ അതും കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് പിന്നെ തക്കാളി ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവി ആക്കി എടുക്കും. പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ബിരിയാണി മസാല പെട്ടെന്ന് റെഡിയായി. പിന്നെ മല്ലിയില ഇടാം, ചോറിനും ഇടാം മല്ലിയില. അങ്ങനെ ചോറും മസാലയും റെഡിയായി. അപ്പോൾ ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.